വിശ്വാസനായകന പൂർത്തി വരുത്തുന്നിൻ യേശുവിങ്കൽ വചനപാത വചനപാത വചനപാത. ദൈവതിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനം. ഈ പുതുവർഷത്തിൽ നമുക്കെല്ലാവർക്കുമായിരിക്കുവാൻ ഒരു പ്രാവശ്യം കൂടി കർത്താവായ യേശുക്രിസ്തുവിൻ്റെ മാറ്റമില്ലാത്ത വചനം കേൾക്കുവാൻ നമുക്ക് ഓരോരുത്തർക്കും അവസരം ലഭിച്ചു. 2024 നമ്മെ ഓരോരുത്തരെയും വിട്ട് കടന്നുപോയി. ഒരു സംഭവബഹുലമായ ഒരു വർഷം. നാം ഇന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ നമുക്ക് നന്ദിയോടെയല്ലേ ഈ കഴിഞ്ഞ വർഷങ്ങൾ ഓർക്കുവാൻ സാധിക്കുകയുള്ളൂ. യേശുക്രിസ്തു നടത്തിയ വിധങ്ങൾ നാം ഇവിടെ ആയുസ്സോടെ ഇരിക്കേണ്ടവരായിരുന്നു. നാം ചിന്തിച്ചു നോക്കൂ, നമുക്ക് എന്തെല്ലാം നന്മകൾ കർത്താവ് തന്നു. അർഹിക്കാത്ത ദാനങ്ങൾ കർത്താവ് നമുക്ക് തന്നു. രോഗങ്ങളിൽ നിന്ന് സൗഖ്യം തന്നു. അത്ഭുതകരമായ വിടുതലുകൾ തന്നു. പല പല പാപ സ്വഭാവങ്ങളും നമ്മളിൽ നിന്ന് തെറിച്ചുപോയി, നാം പോലും അറിഞ്ഞില്ല. എല്ലാം കൃപയാണ്. എല്ലാം കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ദാനമാണ്. ആ നന്ദിയോടെ നാം ഓരോരുത്തരും ഇന്ന് വീണ്ടും ദൈവസന്നിധിയിലായിരിക്കുന്നു. നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ അർഹതയില്ലാത്ത നന്മകൾ തന്ന ദൈവത്തെ സ്തുതിച്ചുകൊണ്ട്, അർഹതയില്ലാത്ത ദാനങ്ങൾ നമുക്ക് വാരിക്കോരിത്തന്ന ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് നമുക്ക് വീണ്ടും ദൈവസന്നിധിയിലായിരിക്കാം. ഞാനും ഇന്ന് നിങ്ങളുടെ മുമ്പിൽ ഇവിടെ നിൽക്കുമ്പോൾ ഞാൻ വ്യക്തമായി തിരിച്ചറിയുന്ന ഒരു കാര്യമുണ്ട്. എൻ്റെ കഴിവോ എൻ്റെ പ്രാപ്തിയോ ഒന്നും നോക്കാതെ, എൻ്റെ കുറവുകളെ നോക്കാതെ, എൻ്റെ സ്വഭാവത്തിൻ്റെ മലിനതകളെ നോക്കാതെ എന്നെ സ്നേഹിച്ച എൻ്റെ കർത്താവായ യേശുക്രിസ്തു, എന്നെ വഴി നടത്തിയ എൻ്റെ കർത്താവായ യേശുക്രിസ്തു, ആ യേശുക്രിസ്തുവിൻ്റെ കൃപയുടെ പൈതലാണ് ഞാൻ. കൃപയുടെ പൈതൽ. യേശുക്രിസ്തുവിൻ്റെ കൃപ ഒന്നുകൊണ്ട് മാത്രം ഞാൻ ഇന്നിവിടെ ആയിരിക്കുന്നു. എൻ്റെ കഴിവ് നോക്കിയല്ല. എന്നാൽ കർത്താവിൻ്റെ ജീവിതത്തിൽ ഒരു സമർപ്പണം തന്നു. അറിഞ്ഞുകൊണ്ട് ജീവിതത്തിൽ ഒരു തെറ്റ് വരരുത് എന്ന്, അറിഞ്ഞുകൊണ്ട് ഒരു പാപത്തിലേക്ക് ഇറങ്ങിപ്പോകരുത് എന്ന്, എൻ്റെ യേശുക്രിസ്തുവിനെ വേദനിപ്പിക്കരുത് എന്ന് കർത്താവിൻ്റെ ഹൃദയത്തിൽ ഒരു സമർപ്പണം തന്നു. ഞാൻ അശുദ്ധിയിൽ ജീവിച്ചിരുന്ന വ്യക്തിയാണ്. സിനിമയിൽ ജീവിച്ചിരുന്ന വ്യക്തിയാണ്. പാപത്തിൽ ജയമില്ലാതെ ജീവിച്ചിരുന്ന വ്യക്തിയാണ്. എന്നാൽ ഈ 2025 നിങ്ങളുടെ മുമ്പിൽ നിൽക്കുമ്പോൾ കർത്താവിൻ്റെ ഹൃദയത്തിൽ ഒരു പ്രാഗൽഭ്യം തന്നു. ഞാൻ എൻ്റെ യേശുക്രിസ്തു എന്നോടുകൂടെ ഉണ്ട് എന്നുള്ളൊരു പ്രാഗൽഭ്യം. അതാണ് എൻ്റെ ധൈര്യം, അതാണ് എൻ്റെ പ്രാഗൽഭ്യം, അതാണ് എൻ്റെ സാക്ഷ്യം. പ്രിയമുള്ളവരെ, ഇന്ന് അല്പസമയം നമുക്ക് വേദപുസ്തകത്തിൽ നിന്നൊരു ഭാഗം വായിക്കാം. ലൂക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായം അതിൻ്റെ 42-ാം വാക്യം മുതൽ നമുക്കൊന്ന് വായിച്ചു കേൾക്കാം. അവന് 12 വയസ്സായപ്പോൾ അവർ പതിവ് പോലെ പെരുന്നാളിന് പോയി. പെരുന്നാൾ കഴിഞ്ഞ് മടങ്ങിപ്പോരുമ്പോൾ ബാലനായ യേശു യെരുശലേമിൽ താമസിച്ചു. അമ്മയപ്പന്മാരോ അറിഞ്ഞില്ല. സഹയാത്രക്കാരുടെ കൂട്ടത്തിൽ ഉണ്ടായിരിക്കുമെന്ന് അവർ ഊഹിച്ചിട്ട് ഒരു ദിവസത്തെ വഴി പോന്നു. പിന്നെ അവനെ ബന്ധുക്കളുടെയും പരിചയക്കാരുടെ ഇടയിൽ തിരഞ്ഞു. കാണാഞ്ഞിട്ട് അവനെ അന്വേഷിച്ചുകൊണ്ട് യെരുശലേമിലേക്ക് മടങ്ങിപ്പോയി. നമുക്കെല്ലാവർക്കും പരിചയമുള്ളൊരു വേദഭാഗമാണിത്. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ മാതാപിതാക്കൾ വിശുദ്ധ മറിയാമും യൗസേപ്പ് പിതാവും പെസഹ പെരുന്നാള് കൂടുവാനായി യെരുശലേമിൽ പോയതാണ്. എന്നാൽ പെരുന്നാളെല്ലാം കഴിഞ്ഞു അവർ മടങ്ങിപ്പോന്നപ്പോൾ യേശുക്രിസ്തു കൂടെയില്ല എന്ന് അവർ അറിഞ്ഞില്ല. ഈ വേദഭാഗം നാം വായിക്കുമ്പോൾ നാം ഓരോരുത്തരും നമ്മുടെ ഹൃദയത്തോട് ചോദിച്ചുകൊണ്ടിരിക്കണം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നാം ഓരോരുത്തരോടും ചോദിക്കുകയാണ്, ഇന്ന് യേശുക്രിസ്തു നമ്മുടെ കൂടെ ഉണ്ടോ? യേശുക്രിസ്തു നമ്മുടെ ഹൃദയത്തിൽ വാഴുന്നുണ്ടോ? നാമും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ജന്മപ്പെരുന്നാൾ ആഘോഷിച്ചവരാണ്. നാമും പല പല പെരുന്നാളുകളും ആഘോഷിക്കുന്നവരാണ്. ഇവിടെ 42-ാം വാക്യം ഇങ്ങനെയാണ്:
അവന് 12 വയസ്സായപ്പോൾ അവർ പതിവ് പോലെ പെരുന്നാളിന് പോയി. പതിവ് പോലെ നാമും പല പല പെരുന്നാളുകൾ ആഘോഷിക്കുന്നവരാണ്. പെരുന്നാളുകൾ നമുക്കുണ്ട്, ആഘോഷങ്ങൾ നമുക്കുണ്ട്, കൂട്ടായ്മ യോഗങ്ങൾ നമുക്കുണ്ട്, വലിയ വലിയ ശുശ്രൂഷകൾ നമുക്കുണ്ട്, അനേകം അത്ഭുത രോഗശാന്തിയുടെ ശുശ്രൂഷകൾ നാം കാണുന്നുണ്ട്, സുവിശേഷ മഹായോഗങ്ങൾ നാം കേൾക്കുന്നുണ്ട്, റാസകളുണ്ട്, ആഘോഷങ്ങളുണ്ട്, എല്ലാം പതിവ് പോലെ നടക്കുന്നുണ്ട്. നാമും അതിലെല്ലാം സംബന്ധിക്കുന്നുണ്ട്. എന്നാൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മോട് ചോദിക്കുന്നു, ഇതെല്ലാം നാം സംബന്ധിക്കുമ്പോഴും ഇതിലെല്ലാം നാം ഭാഗവാക്കാകുമ്പോഴും യേശു ക്രിസ്തു യഥാർത്ഥമായി നിങ്ങളുടെ കൂടെ ഉണ്ടോ എന്ന്. ഈ പുതിയ വർഷത്തിൽ നാം തിരിഞ്ഞു നോക്കണം. അനേകർ സമർപ്പണങ്ങൾ എടുത്തിട്ടാണ് ഈ പുതിയ വർഷത്തിലേക്ക് കാലുവെച്ചത്. പല പല സമർപ്പണങ്ങൾ. എന്തൊക്കെയാണ് സമർപ്പണങ്ങൾ? ഇനി ഞാൻ മദ്യപിക്കുകയില്ല, ഇനി ഞാൻ പുകവലിക്കുകയില്ല, ഇനി ഞാൻ അശുദ്ധ ജീവിതത്തിലേക്കില്ല, കഴിഞ്ഞതെല്ലാം കഴിഞ്ഞു, ഇനി ഞാനൊരു പുതിയ വ്യക്തിയാണ്, ഇനി ഞാനൊരു പുതിയ സൃഷ്ടിയാണ്, ഇനി എന്നെ പണ്ടത്തെ പോലെ എന്നെ കിട്ടുകയില്ല. പലപ്പോഴും സമർപ്പണങ്ങൾ എടുത്ത് നാം ഒരു പുതുവർഷത്തിലേക്ക് കാലുവെക്കാറുണ്ട്. എന്നാൽ നിരാശയോടുകൂടി മാത്രമേ പിന്നീട് നാം ചിന്തിക്കുകയുള്ളൂ, പല പല സമർപ്പണങ്ങളിൽ നിന്ന് നാം വീണുപോയല്ലോ എന്ന്, എടുത്ത പല പല തീരുമാനങ്ങളിൽ നിന്ന് നാം മാറിപ്പോയല്ലോ എന്ന്. യേശു ക്രിസ്തു കൂടെ ഇല്ല എന്ന് നാം തിരിച്ചറിയുന്ന നിമിഷങ്ങൾ. പ്രിയമുള്ളവരെ, നാം അത് തിരിച്ചറിയുന്നുണ്ടോ? യേശു ക്രിസ്തു കൂടെ ഇല്ല എന്ന് നാം തിരിച്ചറിയുന്നുണ്ടോ? അങ്ങനെ തിരിച്ചറിയാൻ കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ കിട്ടുന്ന ഏറ്റവും വലിയ ഭാഗ്യമാണ് ഒരു തിരിച്ചറിവ്. എപ്പോഴും യേശു എൻ്റെ കൂടെയുണ്ടോ എന്ന് പരിശോധിക്കുക. ഞാൻ എന്ത് പ്രവൃത്തി ചെയ്യുമ്പോഴും, ഞാൻ എന്ത് വാക്ക് പറയുമ്പോഴും, ഞാൻ എന്ത് കാര്യം ചിന്തിക്കുമ്പോഴും, ഞാൻ ഒറ്റയ്ക്കായിരിക്കുമ്പോഴും, ഞാൻ മൊബൈലിലെടുത്ത് എന്തെങ്കിലും കാണുമ്പോഴും യേശു എൻ്റെ കൂടെയുണ്ടോ, യേശു ക്രിസ്തു എൻ്റെ ഹൃദയത്തിലുണ്ടോ എന്നുള്ള തിരിച്ചറിവ്. ഒരു കഥ ഞാൻ ഇങ്ങനെ കേട്ടിട്ടുണ്ട്. ഒരു വലിയ ആഘോഷം നടക്കുകയാണ്, വലിയൊരു ആഘോഷം, ഒരു റിസോർട്ടിൽ നടക്കുന്ന ഒരു ആഘോഷമാണ്, ഒരു ബർത്ത്ഡേ പാർട്ടിയാണ് നടക്കുന്നത്. വളരെ വിപുലമായ ആഘോഷ പരിപാടികളാണ് അവിടെ അവരുടെ മാതാപിതാക്കൾ ക്രമീകരിച്ചിരിക്കുന്നത്. അവിടെ ഒരു സംഘം ഗാനങ്ങൾ ആലപിക്കുന്നു, ഒരു സംഘം നൃത്തമാടുന്നു, നല്ല നല്ല ഭക്ഷണങ്ങൾ ഒരുക്കിയിരിക്കുന്നു, അനേകർ വന്നുകൂടുന്നുണ്ട്. എല്ലാവരും നല്ല മേൽത്തരമായ വസ്ത്രങ്ങളെല്ലാം ധരിച്ച് നല്ല ഒരുക്കത്തോടെ ആ ബർത്ത്ഡേ പാർട്ടിക്ക് വന്നിരിക്കുകയാണ്. അപ്പോൾ അതുവഴി പോയ ഒരു വ്യക്തി അവിടെ നിന്ന് ഒരാളോട് ചോദിച്ചു, ഇതെന്താണ് ഇവിടെ നടക്കുന്നത്? എന്താണ് ഇവിടെ ഇത്ര ആഘോഷം? അനേകർ വന്നിട്ടുണ്ടല്ലോ, എന്താണ് ഇത്ര ആഘോഷങ്ങൾ നടക്കുന്നത്? അപ്പോൾ ആ വ്യക്തി മറുപടി പറഞ്ഞു, ഇന്ന് ഇവിടെ ഒരു ബർത്ത്ഡേ പാർട്ടി നടക്കുകയാണ്. ഞങ്ങളുടെ എല്ലാം കുടുംബത്തിലെ ഒരു പൊന്നോമന മകനാണ്. അവന് ഇന്ന് 2 വയസ്സ് തികയുകയാണ്. ഞങ്ങൾക്കെല്ലാവർക്കും വലിയ കാര്യമാണ് ആ മകനെ. മകൻ ഞങ്ങളോട് എന്ത് സ്നേഹമാണെന്ന് അറിയുമോ? ആ വാത്സല്യമൂറുന്ന മുഖമാണ് അവൻ്റെ. ഞങ്ങളുടെ എല്ലാം വളരെ സന്തോഷമുള്ളൊരു കാര്യമാണ്. ഞങ്ങളുടെ കുടുംബത്തിൻ്റെ ഒരു ഐശ്വര്യം പോലെയാണ് ആ മകൻ. ഞങ്ങൾക്കെല്ലാം ഏറ്റവും പ്രിയപ്പെട്ടവനാണ്. അവനെ കണ്ടാൽ അവൻ്റെ മുഖത്തുനിന്ന് കണ്ണെടുക്കുകയില്ല, അത്രയ്ക്ക് സ്നേഹമാണ്. അപ്പോൾ ഈ ചോദിച്ച വ്യക്തിക്ക് ഒരു ആകാംക്ഷ, അങ്ങനെയാണെങ്കിൽ ഈ മകനെ ഒന്ന് കാണണമല്ലോ. ഈ വ്യക്തി ആ ആഘോഷ പരിപാടികളുടെ ഇടയിലേക്ക്, എല്ലാവരും ആഘോഷത്തിൻ്റെ തിരക്കിലാണ്, ആ തിരക്കിൻ്റെ ഇടയിലേക്ക് ഈ വ്യക്തി ചെന്നു. എന്നിട്ട് ചോദിച്ചു, ഇന്ന് നിങ്ങൾ ഈ ജന്മദിനം ആഘോഷിക്കുന്ന ആ കുട്ടിയെ എനിക്കൊന്ന് കാണണമല്ലോ. മാതാപിതാക്കളോടാണ് ചോദിച്ചത്. അപ്പോൾ മാതാപിതാക്കൾ പറഞ്ഞു, അയ്യോ, ഞങ്ങൾ അവനെ ഇവിടെ കൊണ്ടുവന്നിട്ടില്ല, വേറെ ഒന്നും കൊണ്ടുമല്ല. അവൻ ഇവിടെ വന്നാൽ ഞങ്ങൾക്ക് ആർക്കും ഒന്ന് മര്യാദയ്ക്ക് ആഘോഷിക്കാൻ സാധിക്കുകയില്ല. ഇവിടെ എല്ലാം ഓടി നടക്കും, ഞങ്ങളുടെ സന്തോഷമെല്ലാം അവിടെ ഇല്ലാതെയായി പോകും. പിന്നെ എപ്പോഴും അവനെ നോക്കിക്കൊണ്ടിരിക്കണം. അതുകൊണ്ട് ഞങ്ങൾ അവനെ കൊണ്ടുവന്നിട്ടില്ല, ഞങ്ങൾ ഈ ആഘോഷങ്ങൾ മാത്രമേ ക്രമീകരിച്ചിട്ടുള്ളൂ. പ്രിയമുള്ളവരെ,
നാമും ചിന്തിച്ചു നോക്കണം. ഇന്ന് നമുക്ക് ആഘോഷങ്ങളുണ്ട്. ഇന്ന് നമുക്ക് അനേകം 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 പ്രോഗ്രാമുകൾ നാം ക്രമീകരിക്കുന്നുണ്ട്. ഇന്ന് നാം ക്രിസ്മസ് ആഘോഷിച്ചവരാണ്, നാം കരോളുകൾ പാടിയവരാണ്, പള്ളിയിൽ പോയി കുർബാനയിൽ സംബന്ധിച്ചവരാണ്, കൂട്ടായ്മ യോഗങ്ങളിൽ ഇരുന്ന് വചനം കേട്ടവരാണ്. എന്നാൽ യേശു ക്രിസ്തുവിനെ കൂടെ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു. യേശു കുഞ്ഞ് നമ്മുടെ ഹൃദയത്തിൽ ജനിച്ചിരുന്നു. അതെയോ, യേശു ക്രിസ്തു ഉള്ളതെല്ലാം ഒരു അസൗകര്യമാണ്. എൻ്റെ ആഘോഷങ്ങളൊന്നും നടക്കുകയില്ല, എനിക്ക് തോന്നിയതുപോലെ നടക്കാൻ സാധിക്കുകയില്ല, എൻ്റെ ജീവിതത്തിൽ ക്രമീകരണങ്ങൾ വരുത്തുവാൻ എനിക്ക് സാധ്യമല്ല, എന്നാൽ എനിക്ക് ഈ ആഘോഷങ്ങളെല്ലാം വേണം എന്ന ചിന്താഗതിയിലാണോ നാം ഇതെല്ലാം ആഘോഷിച്ചത്? എന്നാൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മോട് പറയുന്നു, ഇതെല്ലാം വ്യർത്ഥമാണെന്ന്. യേശു കൂടെ ഇല്ലാത്തൊരു ജീവിതം വ്യർത്ഥമാണെന്ന്. യേശു ക്രിസ്തു ഹൃദയത്തിൽ ജനിക്കാതെയുള്ള ക്രിസ്മസ് വ്യർത്ഥമാണെന്ന്. ഇതെല്ലാം നമുക്ക് ആഘോഷിച്ച് നടക്കാമെന്ന്. എന്നാൽ അവസാനം, ഇതിൻ്റെ എല്ലാം അവസാനം നിത്യ നരകമാണ് എന്ന്. യേശു ക്രിസ്തുവിനെ കൂടാതെയുള്ള ജീവിതം. ഈ വേദഭാഗത്തിലേക്ക് നാം മടങ്ങി വരുമ്പോൾ അവിടെ കാണുന്നു യേശു കുഞ്ഞിനെ കൂടാതെയുള്ള യാത്ര. അവർക്ക് അനേകം കാര്യങ്ങൾ പറയുവാനുണ്ട്. യേശു ക്രിസ്തു ഞങ്ങളുടെ കൂടെയാണ് ജീവിച്ചിരിക്കുന്നത്. യേശു ക്രിസ്തുവിൻ്റെ സ്വഭാവം ഞങ്ങൾ അറിഞ്ഞവരാണ്. യേശു ക്രിസ്തുവിനെ ഞങ്ങൾ അനുഭവിച്ചവരാണ്. ഇന്നത്തെ കാലത്തിലേക്ക് തിരിഞ്ഞു നോക്കുകയാണെങ്കിൽ ഇന്ന് നാം കൂട്ടായ്മകൾ കൂടുന്നവരാണ്, ദൈവവചനം പറയുന്നവരാണ്, സാക്ഷ്യങ്ങൾ പറയുന്നവരാണ്, നിരന്തരമായി മുടങ്ങാതെ പ്രാർത്ഥിക്കുന്നവരാണ്. എന്നാൽ യേശു ഹൃദയത്തിലില്ല. നമുക്ക് പലർക്കും ഊഹമുണ്ട്. എന്താണ് ഇവിടെ നാം വായിക്കുന്നത്? സഹയാത്രക്കാരുടെ കൂട്ടത്തിൽ ഉണ്ടായിരിക്കുമെന്ന് അവർ ഊഹിച്ചിട്ട് ഒരു ദിവസത്തെ വഴി പോന്നു, പിന്നെ അവനെ ബന്ധുക്കളുടെയും പരിചയക്കാരുടെയും ഇടയിൽ തിരഞ്ഞു എന്ന്. ഊഹമാണ് നമുക്ക്. യേശു ഉണ്ടായിരിക്കും, യേശു കൂടെ ഉണ്ടായിരിക്കും. ഞാനങ്ങനെ പ്രകടമായി പാപങ്ങൾക്കൊന്നും പോകുന്നില്ലല്ലോ, ഞാൻ വചനം കേൾക്കുന്ന ഒരു വ്യക്തിയല്ലേ, യേശു എൻ്റെ കൂടെ ഉണ്ടായിരിക്കും. ഞാൻ സമർപ്പണങ്ങൾ എടുക്കുന്നതല്ലേ, ദാ ഈ 2024 അവസാനത്തിലും ഞാൻ സമർപ്പണം എടുത്തിട്ടാണ് പോകുന്നത്. ഒരു ദിവസമല്ലേ ആയുള്ളൂ, യേശു കൂടെ ഉണ്ടായിരിക്കും. എല്ലാം ഒരു ഊഹത്തിലാണ് ജീവിക്കുന്നത് പ്രിയമുള്ളവരെ. എന്നാൽ ഇവിടെ നാം വായിക്കുകയാണ്, അവർ യേശുവിനെ ഇല്ലാതെയുള്ള യാത്രയിലായിരുന്നു എന്ന്. നാം ഓരോ നിമിഷവും ശ്രദ്ധയോടുകൂടി ജീവിക്കേണ്ടവരാണ്. എന്താണ്? യേശു എൻ്റെ കൂടെ ഉണ്ടോ? യേശു എൻ്റെ കൂടെ എപ്പോഴും ഉണ്ടോ? യേശു ഇല്ലാതെ നമുക്ക് ഈ ഭൂമിയിൽ ജീവിക്കാൻ എളുപ്പമാണ്, ആരും തിരിച്ചറിയില്ല. നമുക്ക് പ്രകടമായി പല കാര്യങ്ങളും തിരുത്തിക്കൊണ്ട് ജീവിക്കാം, പ്രകടമായി വെള്ള ഡ്രസ്സിട്ട് നടക്കാം, ഭൂമിയിൽ മനുഷ്യരെ പ്രസാദിപ്പിച്ചുകൊണ്ട് നമുക്ക് ജീവിക്കാം. എന്നാൽ യേശു ക്രിസ്തു കൂടെ ഇല്ലാത്ത ജീവിതം പ്രിയമുള്ളവരെ. എന്നാൽ അവരത് അറിഞ്ഞപ്പോൾ അവർ മടങ്ങി വന്നു എന്ന്, അവർ മടങ്ങിച്ചെന്നു എന്ന്. അവർ യെരുശലേമിലേക്ക് മടങ്ങിപ്പോയി. അവർക്കൊരു മടങ്ങിവരവുണ്ടായി. യേശു ക്രിസ്തു കൂടെയില്ല എന്ന് ഇവർ അറിഞ്ഞില്ല. എന്നാൽ അവർ യേശു ക്രിസ്തുവിൻ്റെ അടുക്കലേക്ക് മടങ്ങിച്ചെന്നു, യേശു ക്രിസ്തുവിനെ കണ്ടു, യേശു ക്രിസ്തുവിൻ്റെ വചനം കേട്ടു. ഒരു മടങ്ങിപ്പോക്കുണ്ടായി. ഇവിടെ നാം കേട്ടത് യേശു ക്രിസ്തു നമ്മളുടെ കൂടെ ഇല്ല എന്ന് നാം അറിയാതെ യാത്ര ചെയ്ത അവസ്ഥ, യേശു ക്രിസ്തു കൂടെ ഉണ്ട് എന്ന് ഊഹിച്ച് നടന്ന യാത്ര. എന്നാൽ വീണ്ടും നാം വായിക്കുന്നുണ്ട് ഈ വേദപുസ്തകത്തിൽ, ലൂക്കോസിന്റെ സുവിശേഷം അതിന്റെ 24-ാം അധ്യായത്തിൽ വേറെ രണ്ടുപേരെ നാം കാണുന്നുണ്ട്. അവിടെ യേശു ക്രിസ്തു കൂടെ ഉണ്ടായിട്ടും അവനെ അറിയാതെ യാത്ര ചെയ്യുന്നവരാണ്. യേശു ക്രിസ്തു ചേർന്ന് നടക്കുന്നുണ്ട്, യേശു ക്രിസ്തു അവരുടെ കൂടെയുണ്ട്, എന്നാൽ അവർ അറിയുന്നില്ല. അതാരാണ്? എമ്മൗസിലേക്ക് പോയ 2 ശിഷ്യന്മാരാണ്. അവർ യാത്ര ചെയ്യുകയാണ്. അവർ യെരുശലേമിൽ നിന്ന് എമ്മൗസിലേക്ക് യാത്ര ചെയ്യുകയാണ്. അവർ നോക്കുമ്പോൾ അവർക്ക് പല പല ദുഃഖ വിഷയങ്ങളുമുണ്ട്. അവർ വാടിയ മുഖത്തോടെയാണ് നിൽക്കുന്നത്. അവരുടെ കൂടെ യേശുക്രിസ്തു ചേർന്ന് നടക്കുകയാണ്. എന്നാൽ അവർ അവനെ അറിഞ്ഞില്ല എന്ന് അവിടെ വായിക്കുന്നു. ലൂക്കോസിന്റെ സുവിശേഷം 24-ാം അധ്യായം അതിന്റെ 16-ാം വാക്യം ഇങ്ങനെയാണ്: അവനെ അറിയാതെ വണ്ണം അവരുടെ കണ്ണ് നിരോധിച്ചിരുന്നു. വീണ്ടും അവർ വാടിയ മുഖത്തോടെ നിന്നു എന്ന്. അവരുടെ ഹൃദയത്തിൽ ദുഃഖമാണ്, അവരുടെ ഹൃദയത്തിൽ സമാധാനമില്ല. അവർ പക്ഷേ യേശുവിനെ അറിയുന്നില്ല. അവരുടെ കൂടെ നടക്കുന്നത് യേശുവാണെന്ന് അറിയുന്നില്ല.
അവരോട് സംസാരിക്കുന്നത് യേശുവാണെന്ന് അറിയുന്നില്ല. അവരൊരു മനുഷ്യനെയാണ് കാണുന്നത്. പ്രിയമുള്ളവരെ, നാം വചനം കേൾക്കുന്നു. നിങ്ങൾ ആരെങ്കിലും ദുഃഖത്തോടെ ഇരിക്കുന്നവരുണ്ടോ? നിങ്ങൾ ആരെങ്കിലും വാടിയ മുഖത്തോടെ ഇരുന്ന് വചനം കേൾക്കുന്നവരുണ്ടോ? നിങ്ങൾ ഒരു കാര്യം ഉറപ്പിച്ചോളൂ, നിങ്ങളോട് സംസാരിക്കുന്നത് കർത്താവായ യേശു ക്രിസ്തുവാണ്. ഒരു മനുഷ്യനെ നിങ്ങൾ കാണരുത്. കർത്താവായ യേശു ക്രിസ്തുവിന്റെ വചനമാണ് നിങ്ങൾ കേൾക്കുന്നത്. ഈ വചനം പറയുന്ന വ്യക്തിയുടെ മേന്മ കൊണ്ടല്ല, നിങ്ങളെ സ്നേഹിക്കുന്ന കർത്താവായ യേശു ക്രിസ്തു, നമ്മെ ഓരോരുത്തരെയും സ്നേഹിക്കുന്ന കർത്താവായ യേശു ക്രിസ്തു, നമ്മുടെ ഹൃദയ വിചാരങ്ങൾ അറിയുന്ന കർത്താവായ യേശു ക്രിസ്തു, നമ്മുടെ സ്വഭാവം അറിയുന്ന ദൈവം, നാം എന്താണെന്ന് അറിയുന്ന ദൈവം, നമുക്ക് എന്താണ് വേണ്ടതെന്ന് അറിയുന്ന ദൈവം. നാം ചിന്തിക്കും, എന്നെ എല്ലാവരും കൈവിട്ടല്ലോ എന്ന്, എനിക്കാരുമില്ലല്ലോ എന്ന്, ഞാൻ എന്താണ് ഇങ്ങനെയായി പോയതെന്ന്, എനിക്കെന്താണ് പാപത്തിൻ്റെ മേൽ ജയമില്ലാത്തതെന്ന്, എനിക്കെന്താണ് ഒരു സമാധാനമില്ലാത്തതെന്ന്, എനിക്കെന്താണ് എൻ്റെ കുടുംബത്തിൽ ഇങ്ങനെയെല്ലാം സംഭവിച്ചതെന്ന്, എനിക്കെന്താണ് ഞാനിങ്ങനെ രോഗത്തിലായിപ്പോയത് എന്ന്. എന്നാൽ അനേകർ സന്തോഷമായി ജീവിക്കുന്നുണ്ടല്ലോ. ഈ വചനം കേൾക്കാത്ത അനേകർ സന്തോഷമായി ജീവിക്കുന്നു. എന്നാൽ ഞാൻ വ്യക്തമായൊരു സമർപ്പണം എടുത്തിട്ടും എനിക്കെന്താണ് ഇങ്ങനെയെന്ന് ദുഃഖഭാരത്തോടെ നിൽക്കുന്നവരുണ്ടോ? എന്നാൽ ഇന്ന് നമ്മോട് സംസാരിക്കുന്നത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാണ്. നമ്മോട് ഓരോരുത്തരോടും നമ്മുടെ ഹൃദയത്തോട് വാദിച്ചുകൊണ്ടിരിക്കുന്നത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാണ്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ വചനം നാം കേൾക്കുമ്പോൾ നമ്മുടെ ഹൃദയം കത്തിക്കൊണ്ടിരിക്കും, നമ്മുടെ ഹൃദയത്തിൽ കത്തുപിടിക്കും, നമ്മുടെ ഹൃദയത്തിൽ ചൂട് പിടിക്കും. എന്താണ് ചൂട്? ഞാനൊരു പാപിയാണല്ലോ എന്നൊരു ബോധം നമുക്ക് കിട്ടും. നമ്മുടെ ഹൃദയത്തിൽ ഒരു സമാധാനം വന്ന് നിറയും. എന്നെ സ്നേഹിക്കുന്ന എൻ്റെ യേശുക്രിസ്തു ഉണ്ടല്ലോ, ഈ ഭൂമിയിൽ ആരുമില്ലെങ്കിൽ എന്താണ്, എന്നെ സ്നേഹിക്കുന്ന ഒരു യേശു ഉണ്ടല്ലോ എന്ന്. ഇവിടെ ശിഷ്യന്മാർ ദുഃഖത്തോടെ നടക്കുകയാണ്. അവർ വചനം കേൾക്കുന്നുണ്ട്, അവരോട് യേശുക്രിസ്തു വ്യക്തിപരമായി സംസാരിക്കുന്നുണ്ട്, വചനങ്ങളെ ഉദ്ധരിച്ച് സംസാരിക്കുന്നുണ്ട്. എന്നാൽ അവരറിഞ്ഞില്ല യേശുവാണ് എൻ്റെ കൂടെ നടക്കുന്നതെന്ന്. അവരറിയാതെയുള്ള യാത്രയാണ്. ഇവിടെ നാം കാണുന്നു, യേശു ചേർന്ന് നടന്നിട്ടും അവർ ആ മനുഷ്യനെ നോക്കി നടക്കുകയാണ്. എന്നാൽ അവർക്കും ഒരു ഭാഗ്യം ലഭിച്ചു. അവരും യേശുക്രിസ്തുവിനെ അറിഞ്ഞു, അവരുടെയും കണ്ണു തുറന്നു, അവർ യേശുവിനെ കണ്ടു. അവർക്കും ഭാഗ്യം ലഭിച്ചു യേശുവിനെ കാണുവാൻ. അവരും എന്താണ് ചെയ്തത്? അവരും യെരുശലേമിലേക്ക് മടങ്ങിപ്പോന്നു എന്ന് നമ്മുടെ വായിക്കുന്നുണ്ട്. അവർക്കും ഒരു മടങ്ങിവരവുണ്ടായി. ഈ രണ്ട് സംഭവങ്ങളിലും നാം കാണുന്നുണ്ട്. ആദ്യം നാം എന്താണ് കേട്ടത്? യേശുക്രിസ്തു കൂടെ ഇല്ല എന്നറിയാത്തൊരു കൂട്ടം. രണ്ടാമത് നാം എന്താണ് കണ്ടത്? യേശുക്രിസ്തു ചേർന്ന് നടന്നിട്ടും അതറിയാത്തൊരു കൂട്ടം. എന്നാൽ ഇവർ രണ്ടുപേരും യേശുവിനെ കണ്ടെത്തി. അവരുടെ ജീവിതത്തിൽ ഒരു മടങ്ങി വരവുണ്ടായി. ഇന്ന് പ്രിയ സഹോദരന്മാരെ, പ്രിയ സഹോദരികളെ, ഇന്നൊരു മടങ്ങി വരവ് നമ്മുടെ ജീവിതത്തിൽ ആവശ്യമാണ്. യേശുക്രിസ്തുവിന്റെ സന്നിധിയിലേക്കുള്ള മടങ്ങി വരവ്. ഈ 2025 ആദ്യത്തിൽ നമുക്കൊരു സമർപ്പണം എടുക്കണം. ദാ ഞാൻ യേശുവിനെ അറിയാതെയാണ് യാത്ര ചെയ്തത്, യേശുവിനെ നോക്കിയല്ല ഞാൻ യാത്ര ചെയ്തത്. വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായി യേശുവിനെ നോക്കാതെയുള്ള യാത്രയായിരുന്നു. എന്നാൽ ഇന്ന് ഞാൻ മടങ്ങി വരികയാണ്, യേശുവിന്റെ സന്നിധിയിലേക്ക് മടങ്ങി വരികയാണ്. പ്രിയമുള്ളവർ, എത്ര പേർക്ക് അങ്ങനെ ഒരു സമർപ്പണം കിട്ടുന്നുണ്ട്? ഒരു മടങ്ങി വരവിന്റെ അനുഭവം. എന്താണ് നമുക്ക് മടങ്ങി വന്നാൽ കിട്ടുന്നത്? മടങ്ങി വന്നാൽ നമുക്ക് കിട്ടുന്ന ഭാഗ്യം എന്താണ്? നമുക്ക് വായിക്കാം. ഹോശയ്യ പ്രവാചകന്റെ പുസ്തകം അതിന്റെ 6-ാം അധ്യായം 1-ാം വാക്യം മുതൽ ഇങ്ങനെയാണ് വായിക്കുന്നത്. വരുവീൻ, നാം യഹോവയുടെ അടുക്കിലേക്ക് ചെല്ലുക. അവൻ നമ്മെ കടിച്ചു കീറിയിരിക്കുന്നു, അവൻ സൗഖ്യമാക്കും. അവൻ നമ്മെ അടിച്ചിരിക്കുന്നു, അവൻ മുറിവ് കെട്ടും. 2 ദിവസം കഴിഞ്ഞിട്ട് അവൻ നമ്മെ ജീവിപ്പിക്കും. 3-ാം ദിവസം അവൻ നമ്മെ എഴുന്നേൽപ്പിക്കും. നാം അവന് മുമ്പാകെ ജീവിക്കുകയും ചെയ്യുമെന്ന്. എന്താണ് നാം വായിച്ചത്? ഇന്ന് യേശുക്രിസ്തുവിന്റെ അടുക്കലേക്ക് മടങ്ങി ചെല്ലുവിനെന്ന്. നിങ്ങൾ ഇന്ന് എന്ത് വിഷമത്തോടെ ഇരുന്നാലും, എന്ത് ദുഃഖഭാരത്തോടെ ഇരുന്നാലും, നിങ്ങൾ പാപഭാരത്തോടെ ഇരുന്നാലും, നിങ്ങൾ യേശുക്രിസ്തുവിന്റെ അടുക്കലേക്ക് മടങ്ങി ചെല്ലുക എന്ന്. എന്താണ് മടങ്ങിച്ചെന്നാൽ സംഭവിക്കുക? അവൻ പറയുകയാണ്, അവൻ സൗഖ്യമാക്കുമെന്ന്. അവൻ നമ്മെ സൗഖ്യമാക്കും. അവൻ നമ്മെ ചികിത്സിച്ച് നമ്മെ സൗഖ്യമാക്കും. എന്ത് സൗഖ്യമാണ്? രോഗത്തിന്റെ മേലുള്ള സൗഖ്യം. അതെ, അത് ലഭിക്കും. അത് മാത്രമോ, അതിലെല്ലാം ഉപരി പാപത്തിൽ നിന്നുള്ള സൗഖ്യം ലഭിക്കും. പാപരോഗം, പാപത്തിന്റെ രോഗത്തിൽ നിന്ന്, പാപത്തിന്റെ അവസ്ഥയിൽ നിന്ന്, പാപത്തിൽ വലയുന്ന അവസ്ഥയിൽ നിന്ന് നമുക്കൊരു സൗഖ്യം ലഭിക്കുമെന്ന് വേറൊരു മനുഷ്യനും തരുവാൻ സാധിക്കുകയില്ല. നമ്മെ രക്ഷിക്കുവാൻ ആർക്കും സാധിക്കുകയില്ല. ഇന്ന് നാം ചെല്ലേണ്ടത് യേശുവിന്റെ അരികിലേക്കാണ്. യേശുവിന്റെ അരികിലേക്കാണ് നാം മടങ്ങി ചെല്ലേണ്ടത്. അങ്ങനെയെങ്കിൽ ഒരു സൗഖ്യം ലഭിക്കുമെന്ന്, നമുക്കൊരു സൗഖ്യം നമ്മുടെ ജീവിതത്തിൽ ലഭിക്കും.
എഴുന്നേൽപ്പിക്കുമെന്ന് വീണ്ടും അവിടെ വായിക്കുകയാണ്. അവൻ മുറിവ് കെട്ടുമെന്ന്. പല പല മുറിവുകൾ നമ്മുടെ ഹൃദയത്തിലില്ലേ? പലരാലേറ്റ മുറിവുകൾ നമ്മുടെ ഹൃദയത്തിലില്ലേ? നാം പല അനുഭവങ്ങൾ അനുഭവിച്ചവരല്ലേ? പലരാൽ മുറിവുകളേറ്റു, ഹൃദയത്തിൻ്റെ ഉള്ളിൽ മുറിവുകളേറ്റു, പല പല ദുഃഖങ്ങളേറ്റു. ഏറ്റവും വേണ്ടപ്പെട്ടവരിൽ നിന്ന്, സ്വന്തമെന്ന് കരുതിയവരിൽ നിന്ന്, ഏറ്റവും ചേർത്ത് നിർത്തിയവരിൽ നിന്ന് പല പല മുറിവുകൾ നാം ഏറ്റിട്ടില്ലേ? ആ മുറിവുകൾ കെട്ടിത്തരുമെന്ന് യേശു ക്രിസ്തു, ആ മുറിവുകൾ കെട്ടിത്തരുമെന്ന് പ്രിയമുള്ളവരെ വീണ്ടും നാം കേൾക്കുകയാണ്. അവൻ നമ്മെ ജീവിപ്പിക്കുമെന്ന്. നാം ഇന്ന് മരിച്ചവരാണോ? നാം ആത്മാവിൽ മരിച്ചവരാണോ? ശരിയാണ്, നമുക്ക് ജീവനുണ്ട്. എന്നാൽ നാം ആത്മാവിൽ മരിച്ചവരാണെങ്കിൽ, മരിച്ച അവസ്ഥയിലാണെങ്കിൽ, ഇന്ന് നാം യേശു ക്രിസ്തുവിന്റെ അരികിലേക്ക് മടങ്ങിച്ചെന്നാൽ അവൻ നമ്മെ ജീവിപ്പിക്കുമെന്ന് വീണ്ടും വായിക്കുന്നു. അവൻ നമ്മെ എഴുന്നേൽപ്പിക്കുമെന്ന്. എങ്ങനെയാണ്? അവന്റെ വലങ്കരം നമ്മുടെ മേൽ വെച്ച് അവൻ നമ്മെ കൈപിടിച്ച് എഴുന്നേൽപ്പിക്കും. വീണ അവസ്ഥയിൽ നിന്ന് നാം എവിടെ വീണുവെന്ന് അവൻ നോക്കുന്നില്ല. നാം എവിടെയാണ് തോറ്റുപോയതെന്ന് അവൻ നോക്കുന്നില്ല. നീ വീണ്ടും വീണ്ടും പാപത്തിലേക്ക് പോയതല്ലേ? അവൻ നോക്കുന്നില്ല. എന്താണ് അവൻ ചെയ്യുന്നത്? അവൻ വലങ്കരം നീട്ടുകയാണ്. അവന്റെ വലങ്കരം, ആണിപ്പാടുള്ള മുറിഞ്ഞ കരം നമ്മുടെ നേരെ നീട്ടി ആ വലങ്കരം നമ്മുടെ കയ്യിൽ പിടിച്ച് നമ്മെ വലിച്ചെടുക്കുകയാണ്. എവിടെന്ന്? ആ കുഴഞ്ഞ ചേറ്റിൽ നിന്ന്. ആർക്കും അങ്ങോട്ട് കടന്നു വരുവാൻ മനസ്സില്ലാത്ത ചെയറാണ്, കുഴഞ്ഞ ചെയറാണ്. ഒരു മനുഷ്യനും അങ്ങോട്ട് കടന്നു വരികയില്ല. അങ്ങോട്ട് ആരും നോക്കുക പോലുമില്ല. എല്ലാവരും മൂക്കുപൊത്തി പോവുകയുള്ളൂ. എന്നാൽ എൻ്റെ പ്രാണപ്രിയനായ യേശു ക്രിസ്തു അവന്റെ വലങ്കരവുമായി അങ്ങോട്ട് വരികയാണ്. എന്തിനാണ്? നമ്മെ എഴുന്നേൽപ്പിക്കുവാൻ വേണ്ടി. ഈ 2025 തോറ്റവരായിരിക്കുവാനല്ല, ഇന്ന് ജയത്തിന്റെ ഗീതം പാടുവാൻ, ജയത്തിന്റെ സാക്ഷ്യം പറയുവാൻ. അനേകം സംവത്സരങ്ങൾ നമ്മെ കടന്നുപോയി, പല പല പരാജയങ്ങൾ നമ്മെ കടന്നുപോയി. എന്നാൽ നമ്മെ എഴുന്നേൽപ്പിക്കുവാൻ വേണ്ടി യേശു ക്രിസ്തു നമ്മോട് സംസാരിക്കുന്നു. ഈ പുതുവത്സരത്തിൽ, ഈ വർഷത്തിന്റെ ആദ്യം തന്നെ നമ്മെ കരം പിടിച്ച് എഴുന്നേൽപ്പിക്കുന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ സ്നേഹം പ്രിയമുള്ളവരെ, എത്ര പേരത് കാണുന്നുണ്ട്? എത്ര പേർ ആ സ്നേഹത്തെ രുചിക്കുന്നുണ്ട്? എത്ര പേർ ആ സ്നേഹത്തിന്റെ പിന്നാലെ പോകുവാൻ ഉറയ്ക്കുന്നുണ്ട്? പ്രിയമുള്ളവരെ, നമുക്ക് സമർപ്പിക്കണം, നമ്മുടെ ജീവിതം മുഴുവനായി സമർപ്പിക്കണം. അങ്ങനെയെങ്കിൽ എന്താണ് നമുക്ക് ലഭിക്കുക? യെശയ്യാ പ്രവാചകന്റെ പുസ്തകം അതിന്റെ 55-ാം അധ്യായം 6-ാം വാക്യം മുതൽ ഇങ്ങനെയാണ് വായിക്കുന്നത്. യഹോവയെ കണ്ടെത്താകുന്ന സമയത്ത് അവനെ അന്വേഷിപ്പിൻ, അവൻ അടുത്തിരിക്കുമ്പോൾ അവനെ വിളിച്ചപേക്ഷിപ്പിൻ. ദുഷ്ടൻ തൻ്റെ വഴിയെയും നീതികെട്ടവൻ തൻ്റെ വിചാരങ്ങളെയും ഉപേക്ഷിച്ച് യഹോവയിങ്കലേക്ക് തിരിയട്ടെ, അവൻ അവനോട് കരുണ കാണിക്കും. നമ്മുടെ ദൈവത്തിങ്കിലേക്ക് തിരിയട്ടെ, അവൻ ധാരാളം ക്ഷമിക്കുമെന്ന്. ഇന്ന് ഇതാണ് നല്ലൊരു ദിവസമാണ്. ഈ ദുഷ്ടൻ തൻ്റെ വഴി ഉപേക്ഷിക്കുമെങ്കിൽ, ഇന്ന് നാം നടന്നു പോകുന്ന വഴി, ഇന്ന് നാം സഞ്ചരിക്കുന്ന ഈ വഴി ഉപേക്ഷിച്ച് യഹോവയിങ്കലേക്ക് തിരിയുമെങ്കിൽ അവൻ നമ്മോട് കരുണ കാണിക്കുമെന്ന്. അവൻ കരുണാസമ്പന്നനാണെന്ന്, അവൻ നിത്യസ്നേഹമാണെന്ന്. ആ നിത്യസ്നേഹത്താൽ നമ്മെ സ്നേഹിച്ചതാണ്. അവൻ കരുണാസമ്പന്നനാണ്. അവൻ്റെ സ്നേഹത്തിന് അളവില്ല, അവൻ്റെ കരുണയ്ക്ക് അളവില്ല. അവൻ നമ്മോട് ധാരാളം ക്ഷമിക്കും, അതിനളവില്ലാതെ നമ്മോട് ക്ഷമിക്കും. നാം എത്ര ഘോര പാപങ്ങൾ ചെയ്തവരാണെങ്കിലും, എത്രമാത്രം അവനെ വേദനിപ്പിച്ചവരാണെങ്കിലും, ഈ നിമിഷം നാം യഹോവയുടെ സന്നിധിയിലേക്ക് തിരിഞ്ഞു വരികയാണെങ്കിൽ, ജീവിതത്തിൽ വ്യക്തമായ ഒരു സമർപ്പണം എടുക്കുകയാണെങ്കിൽ, നമ്മോട് ധാരാളമായി ക്ഷമിക്കുന്ന സ്നേഹം, നമ്മുടെ പാപങ്ങളെല്ലാം കഴുകിത്തരുന്ന സ്നേഹം, ആ തിരുരക്തത്താൽ നമ്മെ മുഴുവനായി ശുദ്ധീകരിക്കുന്ന സ്നേഹം, ധാരാളം ക്ഷമിക്കുമെന്ന്, ധാരാളം ക്ഷമിക്കുമെന്ന്. ഇനിയും അവൻ ക്ഷമിക്കും. എന്നാൽ കൃപ പെരുകേണ്ടതിന് പാപം ചെയ്തുകൊണ്ടിരിക്കരുത്. നാം ഇനിയും പാപത്തിലേക്ക് പോകരുത്. നാം നമ്മെ തന്നെ വെടിപ്പാക്കുക, നമ്മെ തന്നെ നിർമ്മലീകരിക്കുക. നാം വഞ്ചനപ്പെട്ട് പോകരുത്. പിശാച് നമ്മളോട് പറയും, സാരമില്ല, ഇതൊരു വർഷമല്ലേ, ഇനിയും അവസരങ്ങളുണ്ടല്ലോ, ഇനിയും അനേകം സുവിശേഷങ്ങൾ കേൾക്കുവാനുണ്ടല്ലോ, ഇതൊക്കെ നിങ്ങൾ കേട്ട് മറന്ന കാര്യങ്ങളല്ലേ, സാരമില്ല, ഇനിയും ആയുസ് അനേകം കിടക്കുകയല്ലേ. വഞ്ചനപ്പെട്ടു പോകരുത്. പിശാചിന്റെ തന്ത്രങ്ങളെ നാം അറിയാതിരിക്കരുത്. അവൻ തന്ത്രശാലിയാണ്, അവൻ നമ്മെ ചതിക്കും പ്രിയമുള്ളവരെ. എന്നാൽ ഇന്ന് ധാരാളം ക്ഷമിക്കുന്ന സ്നേഹം ഇവിടെയുണ്ട്, നമ്മോട് സംസാരിക്കുന്നുണ്ട്. അവനെ നിങ്ങൾ എത്ര പേര് തിരിച്ചറിയുന്നുണ്ട്? നാം തിരിച്ചറിയാതെ പോകരുത്. യേശു ക്രിസ്തുവിന്റെ സന്നിധിയിലേക്ക് മടങ്ങി വരുവിൻ. ഇതാ
ഇതാണ് ആ നല്ല നിമിഷം. നമുക്ക് നമ്മുടെ ഹൃദയങ്ങളെ സമർപ്പിക്കാം, നമുക്ക് പുതിയൊരു തീരുമാനമെടുക്കാം, നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം. പ്രിയ, നമുക്ക് ഓരോരുത്തർക്കും ആ കാൽപാദത്തിൽ ധാരാളം ക്ഷമിക്കുന്ന നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കാൽപാദത്തിൽ നമുക്ക് നമ്മളെ തന്നെ മുട്ടുമടക്കാം, തലവണ വണക്കി നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ അത്യധികമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗത്തിലെ വാഴ്ത്തപ്പെട്ട പിതാവേ, ഞങ്ങളോട് ധാരാളമായി ക്ഷമിക്കുന്ന സ്വർഗത്തിലെ സ്നേഹമേ, ഞങ്ങൾ ഇന്ന് നിന്റെ സന്നിധിയിലേക്ക് തിരിയുകയാണ്. ഞങ്ങൾ ഇന്ന് നിന്റെ സന്നിധിയിലേക്ക് മടങ്ങി വരികയാണ്. ഞങ്ങൾ ഞങ്ങളുടെ സമർപ്പണങ്ങൾ പുതുക്കുകയാണ്. ഈ പുതുവത്സരത്തിൽ ഇതുവരെ പറഞ്ഞതുപോലെയല്ല, ഇതുവരെ ജീവിച്ചതുപോലെയല്ല, ഒരു പുതിയ വ്യക്തിയായി, ഒരു പുതിയ സൃഷ്ടിയായി, നിന്റെ തിരുരക്തത്താൽ കഴുകപ്പെട്ട ഒരു വ്യക്തിയായി, നീ കൂടെയുള്ള ഒരു വ്യക്തിയായി, നീ ജനിച്ചു വീണ ഒരു വ്യക്തിയായി കർത്താവേ ഞങ്ങൾ ജീവിക്കും. ഞങ്ങൾ നിന്നെ ഞങ്ങളുടെ സ്വന്തം രക്ഷിതാവായി ഹൃദയത്തിലേക്ക് സ്വീകരിക്കുന്നു. നിനക്ക് പിറന്നു വീഴുവാൻ ഒരിടം ഞങ്ങളുടെ ഹൃദയത്തിൽ തരികയാണ് കർത്താവേ. ഞങ്ങളോട് മനസ്സലിയണമേ. ഞങ്ങളെ തന്നെ മുഴുവനായി സമർപ്പിക്കുന്നു. ഈ വർഷം മുഴുവനും അല്ല കർത്താവേ, ഇനിയുള്ള നാളുകൾ മുഴുവനും ഞങ്ങൾക്ക് അനേകം ആയുസ്സുണ്ടോ ഞങ്ങൾക്കറിയില്ല. എപ്പോൾ കടന്നുപോയാലും ഞങ്ങൾക്ക് നിന്റെ നിത്യരാജ്യത്തിൽ നിന്റെ അടുത്ത് നിന്നോട് ചേർന്ന് ഞങ്ങൾക്കായിരിക്കണം കർത്താവേ. ഞങ്ങളുടെ ആഗ്രഹമാണ്, ഞങ്ങളുടെ പ്രാർത്ഥനയാണ്, ഞങ്ങളുടെ വിശ്വാസമാണ് കർത്താവേ. അതിനായി ഞങ്ങളെ നീ ഒരുക്കണമേ, ഞങ്ങളെ സഹായിക്കണമേ. തന്ന സകല നന്മകൾക്ക് നിന്നെ സ്തുതിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനാൽ നിന്നെ ഞങ്ങൾ സ്തുതിക്കുന്നു. സകലവും ഞങ്ങൾക്കായി ജീവൻ തന്ന യേശുവിൻ നാമത്തിൽ ചോദിക്കുന്നു. കൃപയോടെ കേട്ടുത്തരമരണമേ. ആമീൻ.